നേപ്പാളിലുണ്ടായ വൻ പ്രളയത്തിൽ മരണസംഖ്യ 170 കടന്നു. 600-ലധികം വിനോദസഞ്ചാരികളെ കാണാനില്ല. 250-ലധികം ഭാരതീയരും ഇതിൽ ഉൾപ്പെടുന്നു. ഭാരതീയരുടെ സുരക്ഷ ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ ഏകോപനം ശക്തമാക്കിയിട്ടുണ്ട്. നൂറുകണക്കിന് വിദേശികളും സൈനികരും ഈ മേഖലയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അവിടെ കുടുങ്ങിക്കിടക്കുന്നവരിൽ മലയാളികളുമുണ്ട്. അവർ സുരക്ഷിതരാണ് എന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. ഡൽഹിയിൽ നിന്നും നന്ദഗോപൻ ചേരുന്നു. നന്ദഗോപൻ, നേപ്പാളിലുണ്ടായ വലിയ ദുരന്തം, അതിൽ മരണസംഖ്യ 200-നോട് അടുക്കുന്നു. വിദേശികളും സൈനികരുമൊക്കെ കുടുങ്ങിക്കിടക്കുന്നവരിലുണ്ട്, മലയാളികളും ഈ സംഘത്തിലുണ്ട്. എന്തായാലും ഭാരതം വലിയ സഹായ ഹസ്തം നേപ്പാളിന് വേണ്ടി നൽകിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. എന്തെല്ലാമാണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം, നന്ദഗോപൻ? വിനോദ്, നേപ്പാൾ ടിബറ്റൻ അതിർത്തിയിലെ ഭോട്ടേകോശി നദിയിൽ ഇന്നലെയുണ്ടായ മിന്നൽ പ്രളയത്തിൻ്റെ ആഘാതങ്ങൾ ഇതുവരെയായിട്ടും അവസാനിച്ചിട്ടില്ല. അതിൻ്റെ ദുരന്ത ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ ഇന്നലെ മുതൽ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ പ്രചരിക്കുന്നുണ്ട്. വലിയ ആ ദുരന്തത്തിൻ്റെ ഭീകരമായ ദൃശ്യങ്ങളാണ് പ്രചരിക്കുന്നത്. ആ ദൃശ്യങ്ങൾ വളരെ വ്യക്തമാകും എത്രമാത്രം ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഈ നേപ്പാൾ ടിബറ്റൻ അതിർത്തിയിൽ ഉണ്ടായത് എന്നുള്ളത്. ഏതാണ്ട് വലിയ രീതിയിലുള്ള ദുരന്തം വിതച്ചപ്പോൾ യഥാർത്ഥത്തിൽ കണക്കുകളിലൊക്കെ തന്നെ വലിയ അവ്യക്തത തുടരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നിലവിൽ ലഭ്യമായിട്ടുള്ള സൂചനകൾ അനുസരിച്ച് ഏതാണ്ട് മരണസംഖ്യ വലിയ രീതിയിൽ ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. ഔദ്യോഗിക കണക്കുകൾ, അതായത് നേപ്പാൾ ഔദ്യോഗികമായി പറയുന്നതനുസരിച്ച് ഏതാണ്ട് 250-ലധികം ആളുകൾ മരണപ്പെട്ടു എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഏതാണ്ട് 600-ലധികം ആൾക്കാരെ കാണാനില്ല എന്നുള്ള വിവരങ്ങളും ലഭ്യമാകുന്നുണ്ട്. ഏതാണ്ട് 250-ഓളം, അതിൽ തന്നെ 250-ഓളം ഭാരതീയരാണ് എന്നുള്ളതാണ് കണക്കുകൾ ഇപ്പോൾ പുറത്തു വരുന്നത്. അതേപോലെ തന്നെ തമിഴ്നാട്ടിൽ നിന്നും പോയ വിനോദസഞ്ചാരികളെ സംബന്ധിച്ചിട്ടുള്ള യാതൊരു വിവരങ്ങളും ഇതുവരെയായിട്ടും ലഭ്യമായിട്ടില്ല. ഏതാണ്ട് 37 പേരാണ് തമിഴ്നാട്ടിൽ നിന്നും പോയത്. അതേപോലെ തന്നെ തമിഴ്നാട്ടിൽ നിന്നുമുള്ള കോയമ്പത്തൂരിൽ നിന്നുമുള്ള ഇഷ ഫൗണ്ടേഷനിൽ നിന്നും 77 പേർ പോയിരുന്നു. ഇവരെക്കുറിച്ചും ഇപ്പോൾ വിവരങ്ങളൊന്നും തന്നെ ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന സൂചനകൾ. ഏതായാലും ഊർജിതമായിട്ടുള്ള തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. നേപ്പാൾ സൈന്യത്തിൻ്റെ നേതൃത്വത്തിലും അതേപോലെ തന്നെ നേപ്പാളിലെ ദുരന്ത നിവാരണ സേനയുടെ നേതൃത്വത്തിലുമാണ് രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത്. ഭാരതം ഇതിനോടകം തന്നെ 10 ടൺ ദുരന്ത നിവാരണ സാമഗ്രികൾ നേപ്പാളിൽ എത്തിച്ചു കഴിഞ്ഞു. നേപ്പാൾ പ്രധാനമന്ത്രിയുമായി ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിരന്തരം ഫോണിൽ ആശയവിനിമയം നടത്തുന്നുണ്ട്, സ്ഥിതിഗതികൾ വിലയിരുത്തുന്നുണ്ട്. അതേപോലെ തന്നെ വിവിധ സംസ്ഥാനങ്ങൾ തന്നെ കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട്. ഡൽഹിയിൽ തന്നെ വിവിധ സ്റ്റേറ്റ് ഭവനുകളിൽ പ്രത്യേക കൺട്രോൾ റൂം ഇതിനായി തുറന്നിട്ടുണ്ട്. ഒഡീഷ അടക്കമുള്ള സംസ്ഥാനങ്ങൾ, പശ്ചിമബംഗാൾ അടക്കമുള്ള സംസ്ഥാനങ്ങൾ ഡൽഹിയിൽ പ്രത്യേക കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഒരു ഏകീകൃതമായിട്ടുള്ള കൺട്രോൾ റൂം വിദേശകാര്യ മന്ത്രാലയവും തുടങ്ങിയിട്ടുണ്ട്. ഈ ദുരന്തത്തിൽ ഏതാണ്ട് 19ഓളം പാലങ്ങൾ ഒലിച്ചു പോയിട്ടുണ്ട് എന്നുള്ളതാണ്. 40-ലധികം കിലോമീറ്റർ റോഡ് പൂർണ്ണമായും ഒലിച്ചു പോയിട്ടുണ്ട്. ഈ 40 കിലോമീറ്റർ മേഖലയിലാകെ ഈ ദുരന്തത്തിൻ്റെ ആഘാതങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. അതേപോലെ തന്നെ ഭാരതത്തിലും ഈ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഭാരതത്തിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ബീഹാർ, ഉത്തർപ്രദേശ് സംസ്ഥാനങ്ങളിലാണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അതേപോലെ തന്നെ നേപ്പാൾ ടൂറിസം ഇതുമായി ബന്ധപ്പെട്ട് പ്രത്യേക കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട്. ഇങ്ങനെ വലിയ രീതിയിലുള്ള ഒരു രക്ഷാപ്രവർത്തനം പുരോഗമിക്കുമ്പോൾ ഈ കാണാതായ ആളുകൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇന്നിപ്പോൾ പുലർച്ചെ മുതൽ വീണ്ടും പുനരാരംഭിച്ചിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള ഒരു രക്ഷാപ്രവർത്തനമാണ്, അതായത് സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനമാണ് ഈ മേഖലയിൽ നടക്കുന്നത്. ഭാരതത്തിന് പുറമെ വിവിധ രാജ്യങ്ങൾ നേപ്പാളിന് സഹായം ഇതിനോടകം തന്നെ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ UN അടക്കം ഇതിനോടകം തന്നെ സഹായങ്ങൾ നൽകിയിട്ടുമുണ്ട് എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. ഏതായാലും ഈ കാണാതായവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമാക്കുമ്പോൾ കൂടുതൽ രക്ഷാപ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള സഹായങ്ങളും അതേപോലെ തന്നെ ദുരന്തമുഖത്തേക്കുള്ള സഹായങ്ങളും എത്തിച്ച് നൽകാൻ ഭാരതം തയ്യാറാണ് എന്നുള്ളത് നേപ്പാളിനെ ഇതിനോടകം തന്നെ അറിയിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ രക്ഷാപ്രവർത്തനങ്ങൾക്ക് ചൈനയും ഭാഗമാകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ള സൂചനകൾ. വിനോദ്, നേപ്പാളിൽ വലിയ പ്രകൃതി ദുരന്തമാണ് ഉണ്ടായിട്ടുള്ളത്. അവിടെ നമ്മുടെ രാജ്യത്തോട് ചേർന്ന് കിടക്കുന്ന രാജ്യമാണ്. ഭാരതീയർ നിരവധി പേരുണ്ട്, സൈനികരുണ്ട്, തദ്ദേശവാസികളുണ്ട്, മലയാളികളുണ്ട്. ഭാരതീയരടക്കം കാണാതായവരിൽ പെടുന്നു. എന്തായാലും ഭാരതം ഇതിൽ നിർണായക ഇടപെടൽ നടത്തിയിരിക്കുന്നു. എല്ലാവിധ സഹായവും നേപ്പാളിന് എത്തിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം. എന്തായാലും വലിയൊരു ദുരന്തത്തിലൂടെയാണ് നേപ്പാൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്.